ശബരിമലയിൽ തീർത്ഥാടക തിരക്കിൽ റെക്കോർഡിട്ടു. ഇന്നലെ ദർശനം നടത്തിയത് 1 ലക്ഷത്തിലേറെ ആളുകൾ. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും വലിയ തിരക്ക് ഇന്നലെയാണ് അനുഭവപ്പെട്ടത്. ഇന്ന് രാവിലെ ഇതുവരെ 30,000-ത്തിലധികം തീർത്ഥാടകർ മല ചവിട്ടിയിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ വല്ലാത്ത തിരക്കാണോ ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഇന്നലെ 1,13,000-ത്തിലധികം, അതായത് ഇത്തവണത്തെ ഏറ്റവും റെക്കോർഡ് തിരക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. അത് മരക്കൂട്ടത്തും പമ്പയിലും ഒക്കെ സമാനമായ രീതിയിൽ തന്നെ ആളുകൾ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ തിരക്കിന് അല്പം കുറവുണ്ട്. അതൊരു നേരിയ ശമനമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ ഇപ്പോഴും നടപ്പന്തലും കഴിഞ്ഞ് ശരംകുത്തി വരെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. പമ്പയിൽ നിന്നുള്ള തിരക്കും അവിടെ നിന്നും കൂടുതൽ ആളുകൾ അയ്യപ്പ ഭക്തർ ഇങ്ങോട്ട് കയറുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും സ്വാമിമാരെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി മാത്രമേ നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും ഒക്കെ തന്നെ കയറ്റിവിടുന്നുള്ളൂ. നല്ല കാലാവസ്ഥയാണ്. കാര്യമായ രീതിയിലുള്ള വെയിൽ അനുഭവപ്പെടുന്നില്ല. വെയിലുണ്ടെങ്കിലും ചെറിയ കാറ്റുള്ളത് കൊണ്ട് ആളുകൾക്ക് ഈ അയ്യപ്പ ഭക്തർക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള ഒരു അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം നിരവധി പേർ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും മകരവിളക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് പ്രത്യേക തരത്തിലുള്ള യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട്. ഉന്നതതല യോഗം ADGP S. ശ്രീജിത്ത് അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുമെന്ന് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ശബരിമല സന്നിധാനത്ത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.